90+ My Tuition App 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. 100 ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് നേരിട്ട് കേസെടുക്കുന്നതിൽ നിന്നും CBIയെ വിലക്കുന്നത് സജീവ പരിഗണനയിൽ. നിയമവിരുദ്ധമായ ഇടപെടൽ ചോദ്യം ചെയ്യുമെന്ന് മന്ത്രി AK ബാലൻ. ദുരുപയോഗം അനുവദിക്കില്ലെന്ന് വിശദീകരണം. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന കേസുകൾ CBI ഏറ്റെടുക്കുന്നില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ലൈഫ് മിഷൻ അന്വേഷണം സർക്കാരിനെതിരല്ല. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ദേശീയ ഏജൻസികളെ ഉപയോഗിക്കുന്ന കാലഘട്ടം ഇതുപോലെ ഉണ്ടായിട്ടില്ല. CBI V മുരളീധരന്റെ കുടുംബ സ്വത്തല്ലെന്നും കാനം രാജേന്ദ്രൻ. സർക്കാർ ആലോചന CPIഎമ്മിന്റെ തീവെട്ടിക്കൊള്ള മറയ്ക്കാനെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. തീരുമാനമെടുക്കാൻ പ്രേരണയായത് ലൈഫ് മിഷനിലെ അന്വേഷണമാണെന്ന് വിമർശനം. CBIക്ക് സർക്കാർ അന്വേഷണം കൈമാറുന്നതിന് മുൻപ് രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നതെന്നും V മുരളീധരൻ. CPIഎം CBI അന്വേഷണത്തെ ഭയക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് കോൺഗ്രസിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് മുല്ലപ്പള്ളി. പെരിയ, ഷുഹൈബ്, മത്തായി മരണമൊക്കെ സർക്കാർ എതിർക്കുന്നുവെന്നും മുല്ലപ്പള്ളി. ലൈഫ് മിഷൻ ക്രമക്കേട് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുമെന്ന് ഉറപ്പായപ്പോഴാണ് CBIയെ വിലക്കാനുള്ള നീക്കം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതി മൂടിവെക്കാനുള്ള ശ്രമമാണ് ഇതെന്നും തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും പ്രതിപക്ഷ നേതാവ്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ സംസ്കാരത്തിന് ആരോഗ്യവകുപ്പിന്റെ പുതിയ മാർഗനിർദ്ദേശം. മരിച്ചയാളുടെ മുഖം അടുത്ത ബന്ധുക്കൾക്ക് കാണാൻ അനുമതി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മതപരമായ ചടങ്ങുകൾ നടത്താം. ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാൻ ശ്രമമെന്ന് മന്ത്രി KK ശൈലജ. ചെറിയ പിഴവിനെ പർവ്വതീകരിച്ച് കാട്ടുകയാണെന്നും ആരോഗ്യമന്ത്രി. UDF പ്രവേശത്തിനൊരുങ്ങി PC തോമസ്. തുടർ ചർച്ചകൾ നടത്താൻ വഴിതെളിഞ്ഞെന്നും കേരള കോൺഗ്രസുകളുടെ ഐക്യത്തിന് ശ്രമിക്കുമെന്നും PC തോമസ്. UDFുമായി സഹകരിക്കാനാണ് താൽപര്യമെന്ന് PC ജോർജ്. വെൽഫെയർ പാർട്ടി ബന്ധം UDFന് തിരിച്ചടിയാകുമെന്ന് ഡോക്ടർ ഫസൽ ഗഫൂർ. കേരള കോൺഗ്രസ് പിളർപ്പിൽ അതൃപ്തി അറിയിച്ച് കത്തോലിക്ക സഭ. ജോസഫ് ഭാഗം നേതാക്കളുമായുള്ള ചർച്ചയിൽ സഭ അതൃപ്തി അറിയിച്ചു. ഒരു മുന്നണിയോടും യോജിപ്പോ വിയോജിപ്പോ ഇല്ലെന്നും ഒപ്പം നിൽക്കുന്നവരെ സഹായിക്കുമെന്നും കത്തോലിക്ക സഭ. അവയവ മാഫിയക്കെതിരായ അന്വേഷണം ഊർജിതമാക്കാൻ ക്രൈംബ്രാഞ്ച്. സംസ്ഥാന വ്യാപകമായി അന്വേഷണം നടത്താൻ പ്രത്യേക സംഘം. സർക്കാർ ജീവനക്കാരുടെയും ആശുപത്രികളുടെയും ഇടനിലക്കാരുടെയും പങ്ക് അന്വേഷിക്കും. വ്യാജ കോവിഡ് സർട്ടിഫിക്കറ്റ് നൽകി പണം തട്ടിയ വളാഞ്ചേരിയിലെ അർമ ലാബ് ഉടമ അറസ്റ്റിൽ. പിടിയിലായത് വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച്. കുമ്മനം രാജശേഖരനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ഹാജരാകാൻ പ്രതികൾക്ക് ഇന്ന് നോട്ടീസ് നൽകും. പണമിടപാടുകൾ നടന്നത് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയെന്ന് പോലീസ്. രേഖകൾ പരിശോധിക്കാനൊരുങ്ങി അന്വേഷണ സംഘം. തിരുവനന്തപുരം നഗരൂരിലെ ലഹരിമരുന്നുവേട്ടയിൽ മുഖ്യപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി എക്സൈസ്. ലഹരിമരുന്നുകൾ എത്തിച്ച തൃശൂർ സ്വദേശി ഷിഹാബുദ്ദീനായി ആന്ധ്രാപ്രദേശ് കേന്ദ്രീകരിച്ച് അന്വേഷണം. പിടിച്ചെടുത്തത് 4 കോടി രൂപയുടെ കഞ്ചാവും ഹാഷിഷ് ഓയിൽ. KM ഷാജി MLAക്കെതിരെ വധഭീഷണി മുഴക്കിയെന്ന പരാതിയിൽ പ്രതി മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. പാപ്പിനിശ്ശേരി സ്വദേശി തേജസ് തലശ്ശേരി സെഷൻസ് കോടതിയെ സമീപിച്ചു. പോലീസ് അന്വേഷണം KM ഷാജി നൽകിയ പരാതി. ഇടുക്കി നെടുങ്കണ്ടത്ത് യുവാവിന് വെട്ടേറ്റു. നെടുങ്കണ്ടം ചക്കക്കാനം സ്വദേശി ശരത്തിനാണ് വെട്ടേറ്റത്. ആക്രമണം നടത്തിയത് ഗുരുമന്ദിരം പടി സ്വദേശി ബിനോയ്. ഗുരുതരമായി പരിക്കേറ്റ ശരത്തിനെ നെടുങ്കണ്ടത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇനി ദേശീയ വാർത്തകൾ. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 90%-നരികെ. രോഗം ഭേദമായവരുടെ എണ്ണം 70 ലക്ഷം കടന്നു. 53,370 പുതിയ കേസുകളും 650 മരണവും. സംസ്ഥാനത്ത് കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് 13%-ന് മുകളിൽ. ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ പീഡനം തടയാൻ ശ്രമിച്ച 16-കാരിയെ വെടിവെച്ചു കൊന്നു. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ 3 പേർ മകളെ കൊലപ്പെടുത്തിയെന്ന് പിതാവ്. 2 പേർ പിടിയിൽ. അന്വേഷണത്തിന് 3 സംഘങ്ങളെ ചുമതലപ്പെടുത്തിയെന്ന് ഫിറോസാബാദ് SP. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബീഹാറിൽ പ്രചാരണം ഊർജിതം. പ്രമുഖ നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് റാലികൾ തുടരുന്നു. BJP അധ്യക്ഷൻ JP നദ്ദയും രാഹുൽ ഗാന്ധിയും ബീഹാറിൽ.
ഇന്ത്യൻ മുൻ ക്രിക്കറ്റ് താരം കപിൽ ദേവിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ട്വിറ്ററിലൂടെ ആരോഗ്യ പുരോഗതി അറിയിച്ചത് കപിൽ ദേവ്. നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച താരത്തെ ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയനാക്കിയിരുന്നു. മഹാനവമി ആശംസകൾ നേർന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. പൗരന്മാർക്ക് നന്മകൾ ഉണ്ടാകട്ടെ എന്ന് രാഷ്ട്രപതിയുടെ ട്വീറ്റ്. തിന്മയ്ക്കെതിരായ നന്മയുടെ വിജയത്തിന്റെ ആഘോഷമാണിത്. ഈ അവസരം രാജ്യത്തെ വനിതാ ശാക്തീകരണ ചർച്ചകൾക്ക് കൂടുതൽ ശക്തി നൽകട്ടെയെന്നും രാഷ്ട്രപതി. സൂററ്റ് സിറ്റി BJP വൈസ് പ്രസിഡന്റ് PVS ശർമ്മയുടെ വസതിയിലും ഓഫീസുകളിലും ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. 80 കോടി രൂപയുടെ അനധികൃത സ്വത്തിന്റെ തെളിവുകൾ കണ്ടെത്തി. ആദായ നികുതി വകുപ്പ് ഓഫീസറായിരുന്ന ശർമ്മ 2007 വിരമിച്ചത്. പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ മകന് EDയുടെ നോട്ടീസ്. റാണീന്ദർ സിംഗ് ഫെമ നിയമം ലംഘിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സ്വിറ്റ്സർലൻഡിലേക്ക് നടത്തിയ ഫണ്ട് വിനിയോഗത്തിൽ വിശദീകരണം തേടി. 2016 ജൂലൈ 21 റാണീന്ദർ EDക്ക് മുന്നിൽ ഹാജരായിരുന്നു. ജമ്മു കശ്മീർ പ്രതിപക്ഷ സഖ്യത്തിലെ ഘടകകക്ഷികളെ വെട്ടിലാക്കി PDP നേതാവ് മെഹബൂബ മുഫ്തിയുടെ പ്രസ്താവന. ജമ്മു കശ്മീരിന്റെ സ്വയംഭരണം പുനഃസ്ഥാപിക്കുന്നതുവരെ ദേശീയ പതാക ഉയർത്തില്ല എന്ന വിവാദ പരാമർശവുമായി മെഹബൂബ മുഫ്തി. ഇതേ നിലപാട് തന്നെയാണോ കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും CPIM-നും ഉള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് BJP. GST വരുമാനത്തിൽ രാജ്യത്തിന് റെക്കോർഡ് നേട്ടം. കോവിഡ് വ്യാപനത്തിന് ശേഷം ആദ്യമായി 1 ലക്ഷം കോടി രൂപയുടെ വരുമാന നേട്ടം. ഒക്ടോബർ മാസത്തെ അവസാന കണക്കിൽ 1 ലക്ഷം കോടിയിലധികം വരുമാനമുണ്ടാകുമെന്ന് ധനവകുപ്പ്. ബീഹാറിൽ RJD പ്രകടന പത്രിക പുറത്തിറക്കി. സംസ്ഥാനത്ത് 10 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. കർഷകരുടെ വായ്പ എഴുതിത്തള്ളും. ദരിദ്രർക്കും വയോജനങ്ങൾക്കും 1000 രൂപ പെൻഷൻ നൽകുമെന്നും പ്രകടന പത്രിക. ഗുജറാത്തിലെ കർഷകർക്കായി കിസാൻ സൂര്യോദയ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് ജലസേചനത്തിനായി പകൽ വൈദ്യുതി വിതരണം ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി. കോവിഡ് പശ്ചാത്തലത്തിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഉത്തരേന്ത്യയിൽ വായുമലിനീകരണം രൂക്ഷം. നഗരത്തിലെ വായു നിലവാര സൂചിക പലയിടത്തും 372-അടുത്ത്. ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളിൽ വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതാണ് കാരണമെന്ന് റിപ്പോർട്ടുകൾ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡാർജിലിംഗിലേക്കും സിക്കിമിലേക്കും പര്യടനം നടത്തുന്നു. ഇന്നും നാളെയുമായി ഫോർവേഡ് പോസ്റ്റിൽ രാജ്നാഥ് സിംഗ് സൈനികരെ കാണും. ദസറ ദിവസം സൈനികർക്കൊപ്പം ആയുധ ആരാധന നടത്തുമെന്നും റിപ്പോർട്ട്. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ബസ് കനാലിലേക്ക് മറിഞ്ഞു. അപകടമുണ്ടായത് രാജ്കോട്ടിനടുത്തുള്ള ഗോണ്ട ജത്പൂർ ഹൈവേയിലെ കനാലിൽ. ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. മേഘാലയയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 2.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത് റിഭോയിൽ. ഇന്ന് പുലർച്ചെയാണ് ഭൂചലനമുണ്ടായത്. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഉത്തർപ്രദേശിലെ ബംഗെ ബിഹാരി ക്ഷേത്രം ഒക്ടോബർ 25 മുതൽ തുറക്കും. പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമെന്ന അറിയിപ്പ്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുമെന്ന് മധുരയിലെ ബാങ്ക് ബിഹാരി ടെമ്പിൾ അഡ്മിനിസ്ട്രേഷൻ മാനേജർ അറിയിച്ചു. ഡൽഹി ഹിന്ദു റാവു ആശുപത്രിയിലെ റെസിഡന്റ് ഡോക്ടേഴ്സ് അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. പ്രതിഷേധം ശമ്പളം നൽകാത്തതിനെ തുടർന്ന് കോവിഡ് സമയത്ത് പോരാടുകയായിരുന്നുവെന്നും കൃത്യമായി വേതനം വേണമെന്നും ഡോക്ടേഴ്സ്. കർണാടക ബംഗളൂരുവിലെ ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ച് മന്ത്രി R. അശോക്. കമ്മീഷണർ മഞ്ജുനാഥ പ്രസാദിനോടൊപ്പമായിരുന്നു സന്ദർശനം. മഴയെ തുടർന്നുണ്ടായ നഷ്ടം എത്രയാണെന്ന് കണക്കെടുക്കുമെന്നും ഉചിതമായത് ചെയ്യുമെന്നും മന്ത്രി. പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഉമർ ഖാലിദിന്റെയും ഷർജീൽ ഇമാമിന്റെയും കസ്റ്റഡി കാലാവധി നീട്ടി. അടുത്ത മാസം 20 വരെയാണ് ജുഡീഷ്യൽ കാലാവധി നീട്ടിയത്. കസ്റ്റഡി കാലാവധി 30 ദിവസത്തേക്ക് നീട്ടാനായിരുന്നു പോലീസിന്റെ ആവശ്യം. രേഖാചോർത്തൽ വിവാദത്തിൽ ഫേസ്ബുക്കിന് പിന്നാലെ ആമസോൺ, പേടിഎം, ഗൂഗിൾ, ട്വിറ്റർ എന്നിവയ്ക്കും സമൻസ്. പാർലമെന്ററി സമിതിയുടേതാണ് നടപടി. ദേശ താൽപര്യം ലംഘിക്കുന്ന തരത്തിൽ രേഖ ചോർത്തുന്നു എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ സാഹചര്യം നിരീക്ഷിക്കുകയാണെന്ന് അമേരിക്ക. പ്രദേശത്തെ സ്ഥിതിഗതികൾ മോശമാകുന്നതിൽ അമേരിക്ക ആശങ്ക രേഖപ്പെടുത്തി. ഇന്ത്യയുമായി നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളതെന്നും അമേരിക്ക. കോവിഡ് പരിശോധനകളിൽ നേട്ടമുണ്ടാക്കി ഇന്ത്യ. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 10 കോടി കോവിഡ് പരിശോധനകൾ പിന്നിട്ടു. കഴിഞ്ഞ 9 ദിവസത്തിനിടെ നടത്തിയത് 1 കോടി പരിശോധനകൾ.
പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണം ഡിസംബറിൽ തുടങ്ങും. 2022 ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ. പുതിയ പാർലമെന്റിൽ ഓരോ എംപിക്കും പ്രത്യേകം ഓഫീസുകൾ ഉണ്ടാകും. ഇനി അന്തർദേശീയ വാർത്തകൾ. പാകിസ്ഥാൻ FATFന്റെ ഗ്രേ ലിസ്റ്റിൽ തുടരും. ഫെബ്രുവരി വരെ ഗ്രേ ലിസ്റ്റിൽ തന്നെ നിലനിർത്താൻ തീരുമാനം. ഭീകരർക്കെതിരായ നടപടികളിൽ പാകിസ്ഥാൻ നിരന്തരം വീഴ്ച വരുത്തുന്നുവെന്ന് രാജ്യങ്ങൾ. ഭീകരവിരുദ്ധ നടപടികൾ വേഗത്തിലാക്കാൻ പാകിസ്ഥാന് നിർദ്ദേശം. ലോകത്ത് കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 4,23,00,000 പിന്നിട്ടു. 11,47,000 കടന്ന് കോവിഡ് മരണം. 3,13,63,000 പേർക്ക് രോഗമുക്തി. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് പോളിംഗ്. ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തിയത് 5 കോടിയിലധികം വോട്ടർമാർ. മൊത്തം വോട്ടർമാരുടെ 1/5%. 60%-ലധികം പേർ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുമെന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ. അവസാനഘട്ട അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംവാദം തത്സമയം കണ്ടത് 6,30,00,000 പേർ. സംപ്രേഷണം നടന്നത് 15 നെറ്റ്വർക്കുകളിൽ. ഏറ്റവും കൂടുതൽ ആളുകൾ സംവാദം കണ്ടത് ഫോക്സ് ന്യൂസിൽ. ഇരു സ്ഥാനാർത്ഥികളും തമ്മിലുള്ള ആദ്യ സംവാദത്തിന് ലഭിച്ചിരുന്നത് 7,30,00,000 കാഴ്ചക്കാർ. ഫ്രാൻസിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. രോഗം ബാധിച്ചവരുടെ എണ്ണം 10 ലക്ഷം കടക്കുന്ന 7ാമത്തെ രാജ്യമായി ഫ്രാൻസ്. ആകെമരണം 34,508. ചുരുങ്ങിയത് അടുത്ത വർഷം പകുതി വരെയെങ്കിലും കൊറോണ വൈറസ് നിലനിൽക്കാനാണ് സാധ്യതയെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ. ആരോഗ്യ വിദഗ്ധരാണ് ഇക്കാര്യം തന്നോട് വ്യക്തമാക്കിയതെന്നും ഫ്രഞ്ച് പ്രസിഡന്റ്. എന്നാൽ ഫ്രാൻസ് വീണ്ടും ലോക്ക്ഡൌണിലേക്ക് പോകുമോ എന്ന കാര്യം ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും ഇമ്മാനുവൽ മക്രോൺ. റെക്കോർഡ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് അമേരിക്ക. ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 83,010 കോവിഡ് കേസുകൾ. രാജ്യത്ത് ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. ജൂലൈ 17 റിപ്പോർട്ട് ചെയ്ത 76,842 ആയിരുന്നു ഇതിനു മുൻപ് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക്. റഷ്യയുടെ സ്പുട്നിക് വാക്സിന്റെ നിർമ്മാണ കരാറിൽ ഒപ്പുവെച്ച് ബ്രസീൽ. റഷ്യൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടുമായി കരാർ ഒപ്പിട്ട് ബ്രസീലിയൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. നവംബർ പകുതിയോടെ വാക്സിൻ നിർമ്മാണം ആരംഭിക്കും. പൊതുവിടങ്ങളിൽ കൂട്ടം കൂടുന്നതിന് നിരോധനം ഏർപ്പെടുത്തി മെക്സിക്കോ. നിയന്ത്രണം. കോവിഡ് ബാധിതരായി ആശുപത്രിയിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതോടെ 8,74,000 കടന്ന് രാജ്യത്തെ കോവിഡ് കേസുകൾ. പോളണ്ട് പ്രസിഡന്റ് ആൻഡ്രേ ഡൂഡയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. പ്രസിഡന്റ് സ്വയം നിരീക്ഷണത്തിൽ. പ്രസിഡന്റിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമെന്ന് പോളണ്ട് സ്റ്റേറ്റ് സെക്രട്ടറി. കോവിഡ് വാക്സിന്റെ ക്ലിനിക്കൽ പരീക്ഷണം ഉടൻ പുനരാരംഭിക്കുമെന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി. 60,000 പേരിൽ 3ാം ഘട്ട പരീക്ഷണം പുനരാരംഭിക്കും. പരീക്ഷണം നിർത്തിയത് വാക്സിൻ സ്വീകരിച്ചവരിൽ ഒരാളുടെ ആരോഗ്യനില മോശമായതോടെ. പോലീസ് അതിക്രമത്തിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ രാജ്യത്ത് 51 പേർ കൊല്ലപ്പെട്ടതായി നൈജീരിയൻ പ്രസിഡന്റ് മുഹമ്മദ് ബുഹാരി. മരിച്ചവരിൽ 11 പോലീസ് ഉദ്യോഗസ്ഥരും 7 സൈനികരും. പ്രതിഷേധ പ്രകടനം നടത്തിയ 12 പേരെ പോലീസ് വെടിവെച്ചു കൊന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ. സുഡാൻ ഇസ്രായേൽ സമാധാന കരാറിന് ധാരണയായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായും സുഡാൻ പ്രധാനമന്ത്രി അബ്ദുള്ള ഹംദോക്കുമായും ഫോണിലൂടെ ചർച്ച നടത്തിയതിനു പിന്നാലെ. ഗർഭചിത്രത്തിന് നിരോധനം ഏർപ്പെടുത്തിയതിനെതിരെ പോളണ്ടിൽ പ്രതിഷേധം ശക്തം. ഭരണഘടനാ ട്രൈബ്യൂണലിന്റെ വിധി പിൻവലിക്കണമെന്നാവശ്യവുമായി 10,000 തെരുവിലിറങ്ങി. അർമേനിയ അസർബൈജാൻ സംഘർഷത്തിൽ ഇടപെട്ട അമേരിക്ക. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി വെവ്വേറെ കൂടിക്കാഴ്ച നടത്തി US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ. പ്രശ്ന പരിഹാര ശ്രമത്തിൽ പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബംഗ്ലാദേശിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജിദ്ദയിലെ പുതിയ ഇന്ത്യൻ കോൺസൽ ജനറലായ മുഹമ്മദ് ഷാഹിദ് ആലം ചുമതലയേൽക്കും. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചു. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. സീസണിലെ ആദ്യ എൽ ക്ലാസിക്കോ പോരാട്ടം ഇന്ന്. ബാഴ്സലോണ റയൽ മാഡ്രിഡ് പോരാട്ടം ഇന്ത്യൻ സമയം രാത്രി 7:30. പരിക്കിൽ നിന്ന് മുക്തനായ സെർജിയോ റാമോസ് റയലിനായി ഇന്ന് കളത്തിലിറങ്ങും. IPL-ൽ പ്ലേ ഓഫ് കാണാതെ ചെന്നൈ സൂപ്പർ കിങ്സ് പുറത്ത്. മുംബൈ ഇന്ത്യൻസിനെതിരെ ചെന്നൈക്ക് നാണം കെട്ട തോൽവി. 10 വിക്കറ്റിനാണ് മുംബൈയുടെ ജയം. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ കൊൽക്കത്തയ്ക്ക് ജയം അനിവാര്യം. ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരങ്ങളുടെ വേതനം വെട്ടിക്കുറച്ചു. നടപടി കോവിഡ് പശ്ചാത്തലത്തിൽ.
ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് ചെൽസി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോരാട്ടം. യുണൈറ്റഡിന്റെ തട്ടകമായ ഓൾഡ് ട്രാഫോർഡിലാണ് മത്സരം. മലയാള സിനിമ മിസ് ഇന്ത്യയുടെ ട്രെയിലർ പുറത്തിറങ്ങി. നരേന്ദ്രനാഥ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കീർത്തി സുരേഷാണ്. ജില്ലാ വാർത്ത. തിരുവനന്തപുരത്ത് ബൈക്കും ടിപ്പറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. അപകടം കിഴക്കേക്കോട്ടയിൽ. മരിച്ചത് റസൽപുരം സ്വദേശി അജിത്. തിരുവനന്തപുരം പോത്തൻകോട് വീടുകളിൽ കയറി മോഷണം നടത്തിയ വ്യാജ വൈദ്യൻ പിടിയിൽ. അറസ്റ്റായത് തിരുമല സ്വദേശി ഡി അനിൽകുമാർ. വൈദ്യനാണെന്ന് പറഞ്ഞ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു മോഷണം. തിരുവനന്തപുരത്ത് കാച്ചാണിയിൽ ആറ്റിൽ ചാടിയ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. കാച്ചാണി സ്വദേശി ശബരിയാണ് മരിച്ചത്. ഒപ്പം ചാടിയ പെൺകുട്ടിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. കൊല്ലം ജില്ലയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ കണക്കനുസരിച്ച് ജില്ലയിൽ ഇതുവരെ മരിച്ചത് 102 പേർ. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ബ്ലീഡിംഗ് എക്സ്പ്രസ് എത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ ആശുപത്രികളിലെ രക്തക്ഷാമം പരിഹരിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. മണ്ഡലകാലത്ത് ശബരിമലയിൽ ഭക്തർക്ക് വഴിപാട് പ്രസാദങ്ങൾ തപാലിൽ എത്തിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു. പദ്ധതി തയ്യാറാക്കുന്നത് ദേവസ്വം ബോർഡും തപാൽ വകുപ്പും സംയുക്തമായി. പത്തനംതിട്ട ജില്ലയിൽ 5 വർഷം മുൻപ് നടന്ന കൊട്ടേഷൻ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന പ്രതി അറസ്റ്റിൽ. പിടിയിലായത് അടൂർ സ്വദേശി നിർമ്മൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം. സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അമ്പലപ്പുഴ പോലീസിന് പരാതി നൽകി. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. വളവനാട്ടെ CFLTCയിൽ ഒരുക്കിയിരിക്കുന്നത് 1000 പേർക്കുള്ള സൗകര്യം. ആലപ്പുഴ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ നിന്നുള്ള നെല്ല് സംഭരണം വൈകുന്നതിൽ കർഷകരുടെ പ്രതിഷേധം. കൊയ്ത്ത് പൂർത്തിയായി ദിവസങ്ങൾ പിന്നിട്ടിട്ടും നെല്ല് സംഭരിക്കാൻ ആളെത്തില്ലെന്നാണ് ആക്ഷേപം. ആലപ്പുഴ ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷം. തുറവൂർ അരൂർ മേഖലകളിൽ 2 ദിവസത്തിനിടെ 15 പേർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരുക്കേറ്റു. ആലപ്പുഴ ജില്ലയിലെ മെഗാ ഫുഡ് പാർക്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് കൈതപ്പുഴ കായലിലേക്ക് പൈപ്പിടുന്നത് സംബന്ധിച്ച് പ്രദേശവാസികളുടെ ആശങ്ക അകറ്റുമെന്ന് ജില്ലാ കളക്ടർ. ഇതിനായി RDOയുടെ അധ്യക്ഷതയിൽ നിരീക്ഷണ സമിതി രൂപീകരിക്കും. കട്ടപ്പന പുളിയൻമലയിൽ സംസ്ഥാന പാതയോരത്ത് അനധികൃത മത്സ്യക്കച്ചവടം. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് മത്സ്യം പിടികൂടിയത്. ഇടുക്കി നരിയമ്പാറയിൽ 17-കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. നരിയമ്പാറ സ്വദേശി മനോജാണ് അറസ്റ്റിലായത്. കേരളം ഏറ്റെടുത്ത പഞ്ചരത്നങ്ങളിൽ 3 പേരുടെ വിവാഹം നടന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത് ഉത്ര എന്നിവരുടെ വിവാഹം. അമ്മ രമാദേവി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് മക്കളെ വളർത്തിയത്. കോവിഡ് ബാധിച്ചവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായ സാഹചര്യത്തിൽ കർശന നടപടികൾക്കൊരുങ്ങി തൃശൂർ ജില്ല. അനിയന്ത്രിത മേഖലയായി കണക്കാക്കുന്ന 31 പഞ്ചായത്തുകളിൽ കടുത്ത നിയന്ത്രണം. പാലക്കാട് തകർന്നു കിടക്കുന്ന കാരക്കുത്ത്, മാഞ്ഞാമ്പ്ര, വിളത്തൂർ, തിരുവേഗപ്പുറം റോഡ് നവീകരിക്കാൻ പദ്ധതി. 4,53,00,000 രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. പാലക്കാട് ജില്ലയിൽ ചന്ദനക്കടത്ത് കേസിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് കാഞ്ഞിരപ്പുഴ സ്വദേശി ഷെയ്ഖ് മുഹമ്മദ് അൽ ഫാറൂഖ്, അൻവർ എന്നിവർ. പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 9 റോഡുകൾ ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. നിർമ്മാണം പൂർത്തീകരിച്ച് 93.33 ലക്ഷം രൂപ ചെലവ്. പാലക്കാട് IIT ക്യാമ്പസിന് കേന്ദ്രമന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് തറക്കല്ലിട്ടു. താൽക്കാലിക ക്യാമ്പസായ നിലയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തിൽ ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടത്തിന് ശിലയിട്ടു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ശിലാസ്ഥാപനം നിർവഹിച്ചു. മലപ്പുറം ജില്ലയിൽ പകുതി വിലയ്ക്ക് തൈല മെഷീനുകൾ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി പരാതി. ജില്ലയിൽ തട്ടിപ്പിനിരയായത് നിരവധി സ്ത്രീകൾ. കോഴിക്കോട് ജില്ലയിലെ കണ്ണൂട്ടിപ്പാറയിൽ പകൽ വീട് ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തീകരിച്ചത് കൊടുവള്ളി പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 25 ലക്ഷം രൂപ ചെലവിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കോഴിക്കോട് കല്ലായി WH സ്പെഷ്യൽ കോളേജിലെ വിദ്യാർത്ഥിക്കാണ് രോഗബാധ. കോഴിക്കോട് ജില്ലയിലെ കോട്ടനടയിലെ കർഷകർ പ്രതിസന്ധിയിൽ. നെൽകൃഷിക്ക് വെള്ളമെത്തിക്കുന്നതിനായി പുഴയിൽ നിർമ്മിച്ച തടയണകളിൽ ഒന്ന് തകർന്ന നിലയിൽ. 37 ലക്ഷം മുടക്കി പഞ്ചായത്ത് പുതുക്കിപ്പണത തടയണയാണ് തകർന്നത്. വയനാട് ജില്ലയിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന വാഹനങ്ങളിൽ നിന്നും ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടി. പോലീസ് പിടിയിലായത് ബത്തേരി പള്ളിക്കണ്ട് സ്വദേശി നിർജാസ് KP. വയനാട് കേടിച്ചിറയിൽ പോലീസ് ഇൻസ്പെക്ടർ ഓടിച്ച കാറിടിച്ച് ബൈക്ക് യാത്രികർക്ക് പരിക്ക്. വാഹനം ഓടിച്ച് തിരുവമ്പാടി പോലീസ് ഇൻസ്പെക്ടർ ഷജു ജോസഫ്.
കണ്ണൂർ പാനൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചയാൾ പിടിയിൽ. പോലീസിന്റെ പിടിയിലായത് കൂരാറ സ്വദേശി എഗരത്ത് ഷനു. കണ്ണൂർ തളിപ്പറമ്പിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച 73കാരൻ അറസ്റ്റിൽ. പട്ടുവം മംഗലശ്ശേരിയിലെ പുതിയപുരയിൽ നാരായണനെ തളിപ്പറമ്പ് പോലീസ് പിടികൂടി. കണ്ണൂർ ചപ്പാരപ്പടവിനടുത്ത് കൂവേരിപ്പുഴയിൽ കാണാത്ത യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. നെല്ലിപ്പാറ സ്വദേശി സെബാസ്റ്റ്യനാണ് മരിച്ചത്. കാസർഗോഡ് ജില്ലയിൽ കോട്ടപ്പുറത്ത് നിർമ്മിക്കുന്ന മിനി ടൗൺ ഹാളിന്റെ ശിലാസ്ഥാപനം നടന്നു. നിർമ്മാണം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ ചെലവിൽ. കാസർഗോഡ് ബേഡകം ഹണി ട്രാപ്പ് കേസിൽ പ്രതി ലാല കബീർ എന്ന അഹമ്മദ് കബീർ അറസ്റ്റിൽ. പ്രതി കേരള പോലീസിന്റെ പിടിയിലാകുന്നത് 13 വർഷത്തിന് ശേഷം. മഞ്ചേശ്വരം പൊസോട്ട് പുതിയ അങ്കണവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കെട്ടിടം പൂർത്തീകരിച്ചത് 12 ലക്ഷം രൂപ ചെലവിൽ. ഉദ്ഘാടനം നിർവഹിച്ച് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ്. ഇനി ഫാക്ട് ചെക്ക്. പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തിയ 2 ദലിത് സ്ത്രീകളെ ജനങ്ങൾ മർദ്ദിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. വ്യാജ തലക്കെട്ടിൽ പ്രചരിക്കുന്നത് ബീഹാറിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമെന്ന് തെറ്റിദ്ധരിച്ച് ജനക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച 2 സ്ത്രീകളുടേത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും കോവിഡ് മഹാമാരിയെ പിടിച്ചുകെട്ടാനുള്ള പ്രയത്നത്തിലാണ്. ഇതിന് മേൽനോട്ടം നൽകുന്നതിൽ ലോകാരോഗ്യ സംഘടന പ്രധാന പങ്കുവഹിക്കുന്നു. കോവിഡ് നിയന്ത്രണത്തിനായുള്ള മാനദണ്ഡങ്ങളിൽ WHO മാറ്റം വരുത്തിയെന്ന പേരിൽ പ്രചരിക്കുന്ന വാർത്തയുടെ സത്യാവസ്ഥയുമായി എബിൻ ജോസ്. കോവിഡിനെ മറികടക്കാൻ ലോകമൊന്നടങ്കം പരിശ്രമത്തിലാണ്. വാക്സിൻ കണ്ടെത്താനുള്ള പരീക്ഷണവും തുടരുന്നു. കോവിഡ് നിയന്ത്രിക്കാൻ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഓരോ ഘട്ടത്തിലും വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ലോകാരോഗ്യ സംഘടന പുറത്തിറക്കാറുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം വെല്ലുന്ന വിധത്തിലാണ് വ്യാജ വാർത്തകളും വരുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ശ്രദ്ധയും കരുതലും ഏറെ വേണ്ട ഘട്ടവുമാണിത്. ഇതിനിടെയാണ് ബ്രേക്കിംഗ് ന്യൂസ് എന്ന തലക്കെട്ടോടെ ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയെന്ന പേരിൽ വ്യാജ സന്ദേശം പ്രചരിക്കുന്നത്. കോവിഡ് രോഗിയെ ഒറ്റപ്പെടുത്തുകയോ ക്വാറന്റൈൻ ചെയ്യുകയോ സാമൂഹിക അകലം പാലിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ലെന്നും കോവിഡ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാൻ സാധ്യതയില്ലെന്നും സന്ദേശത്തിൽ പറയുന്നു. എന്നാൽ ഇത്തരത്തിലൊരു മാർഗനിർദ്ദേശവും ലോകാരോഗ്യ സംഘടന അടുത്ത കാലത്തെങ്ങും പുറത്തിറക്കിയിട്ടില്ല. മാത്രവുമല്ല, നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കണമെന്നാണ് ഓരോ രാജ്യങ്ങൾക്കുമുള്ള പുതിയ നിർദ്ദേശം. കോവിഡ് സമ്പർക്കത്തിലൂടെയാണ് വേഗത്തിൽ പകരുന്നത്. അതിനാൽ സാമൂഹിക അകലവും ജാഗ്രതയുമാണ് വൈറസിനെ ചെറുക്കുവാനുള്ള ഏറ്റവും ഉചിതമായ മാർഗമെന്ന് ലോകാരോഗ്യ സംഘടന തന്നെ എടുത്തു പറയുന്നുണ്ട്. ഇതിന് ഇളവുകൾ നൽകുന്ന ഒരു പ്രഖ്യാപനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. കർണാടകയിൽ കനത്ത മഴയിൽ വീട് നഷ്ടമായവർക്ക് 25,000 രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ. ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും BJP നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസിന് കോവിഡ്. ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം നിരീക്ഷണത്തിൽ പ്രവേശിക്കുന്നുവെന്ന് ദേവേന്ദ്ര ഫട്നാവിസ് ട്വീറ്റ് ചെയ്തു. താനുമായി സമ്പർക്കം പുലർത്തിയവർ ജാഗ്രത പാലിക്കണമെന്നും ട്വീറ്റ്. ജമ്മു കശ്മീരിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടുന്ന പീപ്പിൾസ് അലയൻസ് യോഗം ചേരുന്നു. PDP നേതാവ് മെഹബൂബ മുഫ്തിയുടെ വീട്ടിലാണ് യോഗം ചേരുന്നത്. നാഷണൽ കോൺഫറൻസ് നേതാക്കളായ ഫാറൂഖ് അബ്ദുള്ളയും ഒമർ അബ്ദുള്ളയും ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. തടവുകാരെ കാണാൻ സന്ദർശകർക്ക് അനുമതി നൽകി മധ്യപ്രദേശ് സർക്കാർ. കോവിഡ് പശ്ചാത്തലത്തിൽ 8 മാസങ്ങൾക്ക് ശേഷമാണ് ജയിലിൽ സന്ദർശകരെ അനുവദിക്കുന്നത്. നവംബർ 1 മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വരും. 2019-2020 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി അടയ്ക്കാനുള്ള സമയപരിധി നീട്ടി. ഡിസംബർ 31 വരെ നികുതി അടയ്ക്കാം. ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഇക്കാര്യം അറിയിച്ചത്. 90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ.